സോനിപത് 10 സോണിയാഗാന്ധിയെ കാണുവാനുള്ള അവസരം ലഭിക്കാത്തതിനാൽ ഒന്നിലധികം തവണ കോൺഗ്രസ് പിളർന്നിട്ടുണ്ട്. മഹാഭൂരിപക്ഷ നേതാക്കൾ പാർട്ടി വിട്ടുപോയിട്ടുണ്ട്. കരുണാകരന്റെ പിളർപ്പ് അപ്പോയിന്റ്മെന്റ് കിട്ടാത്തതിനാൽ. അസമിലെ ഹിമന്ത ബിശ്വ ശർമ്മ BJP-യിലേക്ക് പോയി. അരുണാചൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി കൂട്ടത്തോടെ BJP-യിലേക്ക് പോയി. അത്രയ്ക്ക് വിലയുണ്ട് സോണിയയുടെ അപ്പോയിന്റ്മെന്റിന്. അപ്പോൾ ഒരു ചോദ്യം, പോറ്റിക്കും ഗോവർദ്ധനും കിട്ടി സോണിയ കൂടിക്കാഴ്ച, അതും 2 തവണ. ആരാണ് പോറ്റിയെ സോണിയയുടെ അടുത്തെത്തിച്ചത്? അടൂർ പ്രകാശ്. എന്നോടൊപ്പം എന്ന് മാത്രമല്ല, പല ആളുകളോടൊപ്പം അദ്ദേഹം പോയിട്ടുണ്ട്. പോറ്റിയെ വേറെ നേതാക്കൾ സോണിയയുടെ വീട്ടിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 തവണയിൽ കൂടുതൽ പോറ്റി സോണിയയെ കണ്ടിട്ടുണ്ട്. ഇനി അറിയാനുള്ളത് എന്താണ് ചർച്ച? അടൂർ പ്രകാശിന്റെയും ആന്റോ ആന്റണിയുടെയും റോൾ എന്താണ്? സംശയങ്ങൾ ബാക്കി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ 2019 കാരറ്റുകാരനായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ യാദർച്ഛികമായി എന്നെ വന്ന് കാണുകയുണ്ടായി. സോണിയുടെ ഈ ചിത്രം നോക്കൂ. സോണിയെ അറിയുന്ന കോൺഗ്രസുകാർ പറയും, ഈ ചിത്രം 2019 മുൻപല്ലേ? 2019 എന്ന് തെറ്റായി പറഞ്ഞ് അടൂർ പ്രകാശ് എന്താണ് വിളിക്കുന്നത്? ചിത്രത്തിൽ പ്രയാർ ഗോപാലകൃഷ്ണനുമുണ്ട്. പ്രയാർ ദേവസ്വം പ്രസിഡന്റ് സ്ഥാനത്തിരുന്നത് 2015-2017 കാലഘട്ടത്തിലാണ്. ഫോട്ടോയ്ക്ക് ഒരു സ്വർണ്ണക്കള്ളട്ട ചുണ്ടല്ലോ അടൂർ പ്രകാശ്. സ്വർണം കട്ടവന്റെ പേര് ഉണ്ണികൃഷ്ണൻ പോറ്റി. പോറ്റിയെ ശബരിമലയിൽ കയറ്റിയ ദേവസ്വം പ്രസിഡന്റിന്റെ പേര് പ്രയാർ ഗോപാലകൃഷ്ണൻ. പോറ്റിയുടെ കയ്യിൽ നിന്ന് സ്വർണം വാങ്ങിയത് ബെല്ലാരിയിലെ ഗോവർദ്ധൻ. മൂവരെയും ഒരു ഫോട്ടോയിൽ കണ്ടത് ബെല്ലാരി മുൻ MP സോണിയയുടെ വീട്ടിൽ. സോണിയയുടെ വീട്ടിൽ കൊണ്ടുപോയത് UDF കൺവീനർ അടൂർ പ്രകാശ്. അപ്പോൾ സ്വർണം ചെമ്പായി മാറ്റിയേ